അപ്പൊ ചേച്ചി, നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ഇവിടെ വരുന്ന പെർഫോമേഴ്സ് ആണ്. അപ്പൊ ചേച്ചിയുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ സാഹസികതകളൊക്കെ ഒരുപാട് ജീവിതത്തിലൂടെ അല്ലെങ്കിൽ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ആളാണ്, ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹസികമായിട്ടുള്ള ഒരു നൃത്ത രൂപവുമായിട്ട് ഒരു പെൺകുട്ടിയാണ് കടന്നു വരാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും. ഒരുപാട് സ്നേഹത്തോടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അനാമിക സന്തോഷ്. അനാമിക, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയൂ. സുഖം. സുഖം. എവിടെയാ വീട് മോളുടെ? വർക്കല. വർക്കല. ഈ അനാമികയ്ക്ക് ഏരിയൽ ഡാൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഏരിയൽ ഡാൻസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഇത് എങ്ങനെയാണ് ഒരു ഇഷ്ടം വന്നത് ഈ സാഹസികത ചെയ്യാൻ? അതിന് കൊച്ചിലേ ആഗ്രഹം ഉണ്ടായിരുന്നു ഡാൻസ് ഇങ്ങനെയൊക്കെ പഠിക്കണമെന്ന്. അങ്ങനെ ടി വിയിലൊക്കെ കാണാറുണ്ടായിരുന്നു ഇതുപോലെ ഡാൻസ്. അപ്പൊ എനിക്ക് ആഗ്രഹം തോന്നി. ഏത് വയസ്സിലാ പഠിച്ചു തുടങ്ങിയത്? ഞാൻ 1ാം ക്ലാസ് മുതൽ പഠിക്കും. 1ാം ക്ലാസ് മുതൽ പഠിച്ചു തുടങ്ങി. അത് 1ാം ക്ലാസ്സിലൊക്കെ ഞാൻ ക്ലാസിക്കൽ പഠിക്കും. പിന്നെ ഇപ്പോഴാണ് ഇത് പഠിക്കാൻ തുടങ്ങി. ഏരിയലിലേക്ക് ആരാ ഇതൊക്കെ പഠിപ്പിച്ചു വരുന്നത്? ഗുരു മാഷിന്റെ പേരെന്താണ്? രാജേഷ്. ആണ്. ആൻഡ് വേറെ എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ ജീവിതത്തില്? എനിക്ക് ആക്ടിങ്ങും ഡാൻസറും ആവണമെന്നാണ്. നമുക്ക് എന്തായാലും കൂടെ ഒരു വലിയ നിര തന്നെ വന്നിട്ടുണ്ട്, അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. അപ്പൊ എല്ലാവർക്കും നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് താഴെയും തുടങ്ങാം. ചേട്ടാ നമസ്കാരം. ഹായ്, നമസ്കാരം. പേര്? എൻ്റെ പേര് വിപിൻ. അതായത് അനാമികയുടെ ആരാണ്? ഞാൻ സോഷ്യൽ മീഡിയയിലാണ് മോളെ ആദ്യമായിട്ട് കാണുന്നത്. ഓക്കെ. ഞാനും ഒരു സോഷ്യൽ മീഡിയ ചെറിയൊരു സിംഗറാണ്. അപ്പോൾ അങ്ങനെയാണ് മോളെ പരിചയം. അപ്പോൾ നല്ല സപ്പോർട്ടറാണ്, മിടുക്കിയാണ് എന്നറിയുമ്പോൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് എത്തിയ ഒരാളാണ്. അത് കൊള്ളാം. എന്തായാലും നമുക്ക് ചേട്ടന്റെ ഒരു പാട്ട് കേൾക്കാം അല്ലേ? ഒരു 4 വരി. ഏതോ നിദ്രത്തൻ പൊന്മയിൽ പീലിയിൽ 7 വർണ്ണങ്ങളും നീർത്തി തളിരിലത്തുമ്പിൽ നിന്നൊതിരും മഴയുടെ ഏകാന്ത സംഗീതമായി മൃദുപദമോടെ മധുമന്ത്രമോടെ അന്നെന്നരികിൽ വന്നുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല. നല്ലൊരു സൗണ്ടാണ് ചേട്ടന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പാട്ടുകൾ പാടാനും ആ ഒരു മേഖലയിൽ വളരാനും സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി അടുത്ത ആളാരാണ്? നികിത. നികിത എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ വർക്ക് ചെയ്യണില്ല, മുമ്പ് ചെയ്തിരുന്നു, ഇപ്പൊ ചെയ്യുന്നില്ല. ഇപ്പൊ വർക്കൊക്കെ ഇപ്പൊ സ്വസ്ഥം ഗൃഹഭരണമാണ്. അത് ശരി. ഡാൻസ് പാട്ടൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണോ? ഇഷ്ടമാണ്. എന്തായാലും സന്തോഷം പരിചയപ്പെടാൻ സാധിച്ചതില്. ഇനി അടുത്ത ആള്. എന്റെ പേര് ശിവപ്രിയ, അനാമികയുടെ അമ്മയാണ്. അപ്പൊ ഇതാണ് അനാമികയുടെ അമ്മ. ശരി. അപ്പൊ പറയൂ ചേച്ചി, കുഞ്ഞിലെ മുതൽ അനാമികയ്ക്ക് ഈ ഡാൻസിനോടും പാട്ടിനോടും അല്ലെങ്കിൽ അഭിനയത്തോടും ഒക്കെ വലിയ ഇഷ്ടമാണ്. അമ്മയാണോ ആദ്യം കണ്ടുപിടിച്ചത്? അതെ. എങ്ങനെയാണ് അത് അറിഞ്ഞത് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന്? എനിക്ക് സത്യത്തിൽ ഡാൻസും ഇതുപോലെ ആക്ടിങ് ഒക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം എനിക്കൊരു മോളുണ്ടായപ്പോഴത്തേക്ക് അവളിലത് കൊണ്ടുവരണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. മാത്രമല്ല അവൾക്ക് അതിനുള്ള ഒരു ടാലന്റും ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ അതിലോട്ട് കടത്തിയതാണ്. അങ്ങനെ ഡാൻസ് പഠിപ്പിക്കാൻ വിട്ടു, അങ്ങനെ കൊണ്ടുവന്നതാണ്. വന്നു. ഇനി അദ്ദേഹമാണ് രാജേഷ് മാസ്റ്റർ അല്ലേ? യെസ്. ഈ ഏരിയയിലേക്ക് എത്തിയിട്ട് എത്ര നാളായി? ഈ ഒരു ഞാനിപ്പോ തുടങ്ങിയിട്ടൊരു 4 മാസമായി. 4 മാസം. അത് ശരി. അപ്പൊ വളരെ പെട്ടെന്ന് ഫ്ലെക്സിബിൾ ആണ് ആള്. യെസ്. എന്തായാലും ബാക്കി ഇവരൊക്കെ? ഷാനവാസ്. ഡാൻസ് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. അടുത്തയാള്? സജി. അമൽ. എല്ലാവരും ഡാൻസേഴ്സ് ആണ്. അപ്പം ഓൾ ദി ബെസ്റ്റ്. ഇത് സ്ത്രീകളുടെ വേദി ആയതുകൊണ്ട് നമുക്ക് ഇവരുടെ ഡാൻസ് കാണാനും പറ്റില്ല.